അമ്മയല്ലേ വിളിക്കുന്നത്? മോനെ അമ്മ ഒന്ന് ചോദിക്കട്ടെടാ. മോനെ അമ്മ, സച്ചിന് കാര്യട്ടെന്തോ പറ്റിയിട്ടുണ്ട്. ഇത് വെറും ആക്സിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ താങ്ങാൻ പറ്റാത്ത എന്തോ ഒരു വിഷമം സച്ചിയേട്ടന്റെ ഉള്ളിലുണ്ട്. മോനെ സച്ചി, സച്ചിടാ, നീ ഒന്ന് വാതിൽ തുറക്കടാ. മോനെ, എന്റെ ഈശ്വര, ഈ കാലക്കേടൊന്നും തീരുന്നില്ലല്ലോ ദൈവമേ. മോനെ, മോനെ സച്ചി, അമ്മയൊന്ന് പറയട്ടടാ. മോനെ, നീ ഒന്ന് വാതിൽ തുറക്കടാ. സച്ചിയേട്ടാ, മോനെ സച്ചി, തുറക്ക്. സച്ചിയേട്ടാ, മോനെ സച്ചി, മോനെ സച്ചി, അമ്മയൊന്ന് പറയട്ടടാ. സച്ചിയേട്ടാ, ഒന്ന് വാതിൽ തുറക്കടാ. നിനക്ക് എന്ത് പറ്റിയാലും ഞങ്ങളടുത്ത് പറ മോനെ. കുട്ടി, ഞാൻ കാനനക്ഷേത്രത്തിന്റെ പ്രസിഡന്റാ. എന്താ വിശേഷിച്ച്? അത് സർപ്പപ്പാട്ടിന് കളമൊരുക്കാൻ ഇത്തവണ ഈ കുട്ടി തന്നെ വേണമെന്നാണ് പ്രശ്നവിധി. അതിൽ കുട്ടിയെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. അയ്യോ ക്ഷമിക്കണം, ഇത്തവണ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അങ്ങനെ ഒഴിവ് കഴിവൊന്നും പറയരുത്. കുട്ടി വരാതെ ഒരു രക്ഷയില്ല. 3 വർഷത്തിലൊരിക്കൽ അവിടെ നടക്കുന്ന മഹാദാമ്പത്യ പൂജയ്ക്കുള്ള സർപ്പക്കള ഒരുക്കാൻ പ്രശ്നവിധി കണ്ടത് കുട്ടിയെയാണ്. ഇപ്പൊ എനിക്കതിനൊരു മറുപടി പറയാനൊന്നും സാധിക്കില്ല. ഞാൻ അമ്മയോട് കൂടി ഒന്ന് സംസാരിച്ചിട്ട് പറയാം. അതൊക്കെ ഞങ്ങൾ വീട്ടിൽ വന്ന് സംസാരിച്ചോളാം. പക്ഷേ പറ്റില്ല എന്ന് മാത്രം പറയരുത്. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നോക്കട്ടെ. കുട്ടിക്കല്ലാതെ മറ്റാർക്കും ഇത് ചെയ്യാനാവില്ല. ജോത്സ്യർ അങ്ങനെയാ പറഞ്ഞത്. ദൈവത്തിന്റെ കാര്യമല്ലേ, സമ്മതിക്കൂ. നമുക്ക് പോവാന്നേ. എടി, നീ എന്റെ കൂടെ വരുമോ? ഞാനല്ലാതെ പിന്നെ ആര് വരാനാ? ചേട്ടാ, ഇവള് വന്നോളൂ. ഓ, പിന്നെ ഞാൻ അച്ഛനോടും അമ്മയോടും ഒന്ന് സമ്മതം ചോദിച്ചിട്ട് വരാം. മതി. ഈ ദക്ഷിണ സ്വീകരിക്കണം. നാഗക്കളം ഭംഗിയാക്കി തരണം. നാഗദേവതകളുടെ മുന്നിൽ കളം വരയ്ക്കുന്നത് എന്റെ സമർപ്പണ. അതിനുവേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി തന്നാൽ മാത്രം മതി. അല്ലാതെ എനിക്ക് പണമൊന്നും വേണ്ട. അയ്യോ, ഇത് പ്രതിഫലമല്ല, ദേവിയുടെ അനുഗ്രഹമാണ്. വാങ്ങിച്ചോ. അത് പിന്നെ എടോ, അതെ, അമ്മയ്ക്കൊരു നേർച്ചയുണ്ട്. ദൂരെയുള്ളൊരു അമ്പലത്തിലാ. ഞാനും താനും കൂടെ പോണെന്നാ അമ്മ പറയുന്നത്. അതിനെന്താ, സൗകര്യമായിട്ടുള്ള ദിവസം അമ്മയും കൂട്ടി നമുക്ക് പോവാം. അല്ല മോളെ, നിങ്ങള് മാത്രം പോയാ മതി. പക്ഷേ പൂജ മറ്റന്നാളാ തുടങ്ങുന്നത്. അതിന് നാളെയെങ്കിലും പുറപ്പെടണം. നാളെയോ? മോളെ, തടസ്സമൊന്നും പറയരുത്. അമ്മ നേർന്നു പോയതാ. പോയില്ലെങ്കിൽ അത് വലിയ ദൈവദോഷാവും. ഓഫീസും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പോവാൻ ഗൂഗിളിനും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നാളെ തന്നെ പുറപ്പെടാം. അമ്മ നേർന്നു പോയതല്ലേ. പോകാം. സച്ചി, സച്ചി എന്താ ഈ പറയുന്നേ? സത്യം, പച്ചയായ സത്യം. സച്ചി, ദേ, ഗൂഗിൾ സാറിന്റെ കുടുംബം നശിപ്പിക്കരുത്. എനിക്ക് ആരുടെയും കുടുംബം നശിപ്പിക്കണമെന്നില്ല വക്കീലേ. എല്ലാരും കൂടി എന്നെ ചതിക്കുക. അവള് എന്റെ അർച്ചനയാ, എന്റെ കുഞ്ഞിന്റെ അമ്മയാ. അവരെങ്ങനെയാ ഗോകുൽ സാറിന്റെ ഭാര്യ മകളോ ആവുന്നേ? ഞാനവരെ തിരിച്ചു കൊണ്ടുവരും.
അത് ഇന്നലെ പോയതുപോലെ ആവില്ല. ഇന്നലെ അവിടെ പോയിരുന്നോ? ആ, പോയിരുന്നു. എന്ത് ഭ്രാന്ത സച്ചി കാണിച്ചത്? കാണണോ എന്റെ ഭ്രാന്ത് എന്താണെന്ന്? കാണണോന്ന്? കാണിച്ചു തരാം. കാണ്, ഇതാ എന്റെ ഭ്രാന്ത്. നോക്ക്, ഓരോന്നോരോന്നായി നോക്ക്. ഇപ്പൊ വക്കീലിന് വിശ്വാസമായോ? ഇനി പറ, ഇത് ഭ്രാന്താണോ? അതെന്റെ അർച്ചനയല്ലെന്ന് ഇനി വക്കീലിന് പറയാൻ പറ്റുമോ? ഇക്കണ്ട കാലം മുഴുവൻ ഞാൻ എന്റെ അർച്ചനയും മോളെ ഓർത്ത് തീ തിന്നു നടന്നു. ഞാൻ മാത്രമല്ല, അവളുടെ അമ്മ, സഹോദരങ്ങള്, എല്ലാവരും.